കാണിക്കാൻ പോകുന്നത് എൻ്റെ ബാങ്ക് ബാലൻസ് ആണ്. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ATM-ലേക്കാണ്. ഇപ്പം എൻ്റെ പേഴ്സിൽ ഒന്നുമില്ല, പക്ഷെ വരുമ്പോൾ ഞാനിത് നിറയ്ക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ ബാങ്ക് ബാലൻസ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു മാസത്തെ അല്ല, വെറും 2 ദിവസത്തെയാണ്. ഇവന്മാര് എന്തിനാടാ നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നത്? അതാണ് എനിക്ക് ഫസ്റ്റ് ചോദിക്കാനുള്ളത്. നിങ്ങളിലൊക്കെ അവർക്കൊരു വിശ്വാസമില്ലേടേ? അവന്മാരുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഈ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഇന്ന് ഈ നിലയിലെത്തിയത്? അതിൻ്റെ ഒരു നന്ദിയെങ്കിലും കാണിക്കണം. അല്ലാതെ അവരെ പറ്റിച്ചുകൊണ്ട് അവരുടെ കയ്യിലിരിക്കുന്ന പൈസയും കളയിപ്പിച്ച് അവരെ പെരുവഴിയിലാക്കി നാറാണത്താക്കുന്ന ഈ പരിപാടി നിനക്കൊക്കെ ചെയ്യാതെ ഇരുന്നൂടെ ഉളുപ്പില്ലാത്തവന്മാരെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. ഇതിപ്പോൾ ഈ 1-2 അല്ലടെ യൂട്യൂബേഴ്സ് എന്ന് പറയുന്ന എല്ലാവന്മാരും ഒരു അരുവേന്ന്. ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവന്മാർ ഒഴികെ ബാക്കി എല്ലാവന്മാരും ഇതുപോലത്തെ ഓഞ്ഞ പ്രൊമോഷനുകളായിട്ട് നേരെ ഇറങ്ങുക, ഒരു അരുവേന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. സത്യം പറയാം, സീരിയസ്ലി അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഒഴികെ ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറയുന്ന എല്ലാവന്മാരും ഈ വഴിയിലോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു അരുവേന്ന് എല്ലാവരും ആയിട്ടില്ല, ഇനിയിപ്പോൾ എത്തും താമസിയാതെ. അതാണ് ഇപ്പം നടക്കുന്നത്. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും. നാട്ടുകാരെ പറ്റിച്ചിട്ടല്ല പൈസ ഉണ്ടാക്കേണ്ടത്. വയനാടൻ വ്ളോഗേഴ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തും വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ഇവരെ ഒരുപാട് പേര് ആവശ്യമില്ലാതെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷേ അതേപോലെ ഞാൻ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരുമാതിരി നാറിയ പരിപാടിയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മല്ലു ഫാമിലി 2.0 വെർഷനാണ് നിങ്ങളും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കിയപ്പം മല്ലു ഫാമിലിയുടെ മറ്റേ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊക്കെ നോക്കിയപ്പോൾ ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോസും കാണാൻ സാധിച്ചു. അതൊക്കെ കണ്ടപ്പോൾ തൃപ്തിയായി. എല്ലാം കണക്കായിപ്പോൾ ഒരുമിച്ച് നിന്നും കൊണ്ട് നാട്ടുകാരെ പറ്റിക്കുന്ന പോലത്തെ പരിപാടിയാണ് ചെയ്യുന്നത്. പിന്നെ ഇവൻ്റെ 2 ദിവസത്തെ വരുമാനം കാണിച്ച് ഇപ്പം അങ്ങ് മലത്തിക്കളയുമെന്നാണ് പറയുന്നത്. പേഴ്സ് നിറച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നാണമില്ലേടെ വന്ന് പറ്റിക്കാൻ? ഇങ്ങനെ നാട്ടുകാരെ മരണത്തിലോട്ട് കൊണ്ടുവിടുന്ന അല്ലെ നാട്ടുകാരെ നശിപ്പിക്കുന്ന ഇമാതിരി പ്രൊമോഷൻ ചെയ്ത് നിനക്കൊക്കെ പൈസ ഉണ്ടാക്കാൻ ഉളുപ്പില്ലെന്നേ ഞാൻ ചോദിക്കത്തുള്ളൂ. ഇത്രയും തരം താഴ്ന്നു പോലും മനുഷ്യൻ. ATM-ലെത്തി. ഇനി ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ബാങ്ക് ബാലൻസ്. കാണുന്നുണ്ടോ? 1,55,374 രൂപ. അതൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സ് നിറയ്ക്കാൻ വേണ്ടിയതാ ഞാനൊരു 10,000 രൂപ വിഡ്രോ ചെയ്യാൻ കേട്ടോ. ഒന്നുമല്ല, പേഴ്സിൽ കുറച്ച് പൈസ വെക്കണം തോന്നി. അങ്ങനെതാ നേരെ എൻ്റെ പേഴ്സിലേക്ക് വെച്ചു. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവൻ എവിടെ നിന്നാണ് ഇത്രയും പൈസ എന്ന്. എന്നാ കേട്ടോ, വേറൊരു ഗെയിം കളിച്ചിട്ടാണ് ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത്. ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കും പൈസ ഉണ്ടാക്കാം. ഇതിനേക്കാളും നീ പാരയായിട്ട് കക്ക ഇറങ്ങുന്നതായിരുന്നു നല്ലത്. നാട്ടുകാരെ പറ്റിച്ച് മുഞ്ചിക്കുന്നതിലും ഭേദം. മനസ്സിലായ വയനാടൻ വ്ളോഗറെ? ഇങ്ങനെ നാറെ കളി കളിക്കരുത്. അവൻ്റെ പേഴ്സ് ഇറക്കാൻ വേണ്ടി അവൻ മറ്റേ 1,55,000 10,000 രൂപ എടുത്ത് പേഴ്സ് വെച്ചിരുന്നു, പേഴ്സ് നിറയാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ പേഴ്സ് കാലിയായിട്ടിരിക്കണ്ടേ, കുറച്ച് അതിൽ നിന്നും കൂടി എടുത്ത് നിറച്ചാടാ എനിക്ക്. എന്തുവാ നീയൊക്കെ പ്രമോഷൻ പിടിക്കുന്ന ചീട്ട്? ഇനി അവൻ്റെ പേഴ്സ് എങ്ങനെയാണ് ഇത്രയും നിറഞ്ഞത്? അവൻ്റെ അക്കൗണ്ടിൽ 1,55,000 വന്നതെന്ന് നിങ്ങൾക്കൊന്നും അറിയിക്കാം. അല്ല മൂസേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇത്രയും പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട്, നീ ഇത് പിന്നെയും പിന്നെ ഇങ്ങനെ വാങ്ങിക്കൂട്ടാ? പൈസ ഇവിടുന്നതിനൊക്കെ നീ എങ്ങനെ എന്റെ ക്രെഡിറ്റ് കാർഡ് പൊക്കിയോ? അയ്യടാ, ഞാൻ നിന്റെ രൂപ പോലും എടുത്തിട്ടില്ല. ഞാൻ ഒരു ഗെയിം കളിക്കുന്നുണ്ട്, അതിന് കിട്ടിയ ക്യാഷും കൊണ്ടാണ് ഞാൻ ഇതെല്ലാം വാങ്ങിയത്. അതേതാ ഗെയിം? പറഞ്ഞിരുന്നില്ല. എടി പറയടി. എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ബയോയിലും അവരുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ബയോയിലും ഒരു ലിങ്ക് ഉണ്ട്. വേറൊരു കാര്യം, ഗെയിമാണ്, ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ കളിക്കാം. ഓക്കെ, നമ്മളെ സ്വന്തം റിസ്കിൽ നമ്മളിനി കളിക്കാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് കിട്ടേണ്ടൊക്കെ കിട്ടിയില്ല. ഓക്കെ ആയില്ല. പിന്നെ ഇവരൊന്നും ഈ സാധനങ്ങൾ ഒരിക്കലും യൂട്യൂബിൽ പ്രൊമോട്ട് ചെയ്യത്തില്ല. എന്തുകൊണ്ടാ? അത് തന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നുള്ള ഒരു കേസാണ്. യൂട്യൂബിൽ ഇത്തരം സാധനങ്ങൾ അവർ പ്രൊമോട്ട് ചെയ്യത്തില്ല. യൂട്യൂബ് സ്ട്രൈക്ക് അടിച്ചു കൊടുക്കൂടെ? യൂട്യൂബ് അംഗീകരിക്കത്തില്ല ഇതുപോലത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്താൽ. അപ്പോൾ അത്രയും ഫ്ലോപ്പായിട്ടുള്ള, അത്രയും അടപടലം തേഞ്ഞ സാധനമാണ്, ഒരു ലീഗൽ വശവുമില്ലാത്ത ഇല്ലീഗൽ സാധനങ്ങളാണ് ഇവനെ പോലെയുള്ളവന്മാർ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ മാത്രമല്ല, വയനാടൻ മല്ലു, മറ്റത് മറിച്ചത്, സഞ്ജു, ടിക്കി പക്കി എല്ലാം കൂടി ഇവന്മാർ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ലീഗൽ സാധനമാണ്. ഇവന്മാർ ഇതൊന്നും യൂട്യൂബിൽ പ്രൊമോട്ട് ചെയ്യത്തില്ല. സഞ്ജു ടെക്കി പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ. അത് താമസിയാതെ ചാനലടിച്ച് കൈ കൊടുക്കുമ്പോൾ അവൻ അത് തകൈ. ഇവൻ ഇതിൽ ചെയ്യുന്നില്ല, മല്ലു ഫാമിലിയും ചെയ്യുന്നില്ല. ബുദ്ധിപൂർവ്വം കളിക്കുകയാണ്. കാരണം ഇതിൽ പ്രൊമോട്ട് ചെയ്തത് അടിച്ച് അണ്ണാക്കി കൊടുക്കും അവന്മാർ. മറ്റേ ഡ്രീം റൈഡർ ഇതുപോലത്തെ സാധനം ഒരിക്കൽ പ്രൊമോട്ട് ചെയ്ത് അവൻ്റെ ചാനൽ അടിച്ചു പോയി. 3 ലക്ഷം പ്ലസ് സബ്ബുള്ള ചാനൽ അടിച്ചു പോയി, ടെർമിനേറ്റ് ആയി പോയി. യൂട്യൂബ് എടുത്ത് കളയും. യൂട്യൂബ് ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധനം തൂക്കി എറിയും. അതുകൊണ്ട് ഇവന്മാർ ഇതൊക്കെ ഇൻസ്റ്റയിൽ പ്രൊമോട്ട് ചെയ്ത് ആൾക്കാരെ പറ്റിച്ച്, ഇൻസ്റ്റയിലാകുമ്പോൾ ഇതിനൊന്നും ഗൈഡ് ലൈൻസ് ഇല്ല. ഇനി ഗൈഡ് ലൈൻ കൊണ്ടുവരണം ദയവ് ചെയ്ത്. ഇങ്ങനത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യണമാർ എല്ലാം തൂക്കി അടപടലം ജീവിതകാലത്താണ് സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം ഇടാൻ പറ്റാത്ത രീതിയിലാക്കണം. ഏത് അക്കൗണ്ട് വഴി വന്നാൽ അതിൻ്റെ മോന്ത കണ്ട് എന്നെ ഡിക്റ്റേറ്റ് ചെയ്ത് തൂക്കി എറിയണം. ആ ലെവലിൽ വരണം. സത്യം പറയാലോ എടാ, ഇത് ഒരുപാട് ആൾക്കാർ വിശ്വസിക്കും. ഇപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് കാണുന്ന 1000 പേരിൽ ഒരാളെങ്കിലും ഇത് കണ്ടിട്ട് അയാൾ ഇതുപോലെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അവൻ്റെ പൈസ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം മൊത്തം ഞാനാണ്.
അങ്ങനെ ഞാൻ കാരണം ഒരുത്തന് പൈസ നഷ്ടമായി കഴിഞ്ഞാൽ എനിക്ക് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റൂ? അല്ലെങ്കിൽ അത് ഞാൻ കാണിക്കുന്ന ഏറ്റവും വലിയ നന്ദിയേടല്ലേ? എന്നെ വിശ്വസിച്ച് എൻ്റെ വീഡിയോ കണ്ട ആളിനെ ഞാൻ പറ്റിക്കുന്നതിന് തുല്യമല്ലേ? അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. ഇവനെ പോലുള്ളവന്മാർക്ക് ഇത്രയും ബോധമില്ലാത്തമാരായിപ്പോല പൈസയ്ക്ക് വേണ്ടി അത് അറ്റം വരെയും പോകുന്നു. എടാ നീയൊക്കെ ഇങ്ങനെ നാരെ കളി കളിക്കുന്നതിലും ഭേദം ഞാൻ പറഞ്ഞു തരുമായിരുന്നു. വേണ്ട, ഗൈഡ് ലൈൻ ഇവിടെയും ഗൈഡ് ലൈൻ. അത്ര നാരെ കളിയാണ് ഈ വയനാടൻ ബ്ലോഗറായാലും മല്ലു ഫാമിലി ആയാലും എല്ലാവരും കാണിക്കുന്നത്. നിനക്കൊക്കെ ഇതൊന്നും അല്ലാതെ വേറെ വല്ല എണ്ണയും വല്ല ആദിവാസി എണ്ണയും പിടിച്ച് പ്രൊമോട്ട് ചെയ്യുക. അതാകുമ്പോൾ ചെറിയ ഊക്കൽ മാത്രം വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി. ഇത് നാട്ടുകാരെ ഇരിക്കുന്ന കയ്യിലെ പൈസ കണ്ടാ പോകുന്നത്. ആദ്യം ഇവരിട്ട് കളിക്കുമ്പോൾ കുറേ ഇങ്ങോട്ട് കിട്ടും, ഇല്ലെന്ന് പറയുന്നില്ല. ഈ 1000 ഇടുമ്പോൾ 1500 വെച്ച് കിട്ടും. ഇത് കണ്ടും കൊണ്ട് ആൾക്കാർ ഇതിൽ അഡിക്റ്റ് ആവും. കുറച്ച് അവർ സ്ഥിരം ഇത് കളിച്ച് വരുമ്പോൾ അഡിക്റ്റ് ആവും. അങ്ങനെ അത് ക്രമേണ ഇവർ വലിയ എമൗണ്ട് ഇടാൻ തുടങ്ങും. വലിയ എമൗണ്ട് ഇടുമ്പോൾ അങ്ങ് അടിച്ചു പോകുമ്പോൾ വീണ്ടും അവർ അതിനെയും അതിൻ്റെ ഇരട്ടിക്ക് തിരിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് വേറെ എമൗണ്ട് കടവും വാങ്ങി പണയവും വെച്ച് ആധാരം എഴുതി വിട്ടിട്ട് അടുത്ത് കളിക്കും. അങ്ങനെ കളിച്ച് മൊത്തത്തിൽ അടപടലം തേഞ്ഞൊട്ടി മൂഞ്ചി തിരിഞ്ഞിരിക്കും നാട്ടുകാർ. എല്ലാ ആൾക്കാരും ഇതൊന്നും തിരിച്ചറിയത്തില്ല. ഇപ്പോഴൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. നിങ്ങളെപ്പോലുള്ള നാറികൾ വന്നിട്ട് ഇത് പ്രൊമോട്ട് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിച്ച് ആൾക്കാരെ അവതാളത്തിലാക്കുകയാണ് നീയൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഉണ്ണുന്ന ചോറ് ഇറങ്ങിയാൽ ദഹിക്കത്തില്ല അധികം. പാടില്ല. ഇത് ഭയങ്കര റോങ് ആണ് നീയൊക്കെ കാണിക്കുന്നത്. ഏവനായാലും ഏത് കൊമ്പത്തവനായാലും ഇതുപോലത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം വേണം. നീയൊക്കെ ചുമ്മാ പണത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുന്നത് എന്തിനാടേ? മര്യാദയ്ക്ക് അല്ലാതെ വീഡിയോ ചെയ്യും, അല്ലാതെ എന്തെങ്കിലും പ്രൊമോഷൻ കിട്ടുകയും ചെയ്യും. വല്ല സോപ്പും ചീപ്പും കണ്ണാടിയൊക്കെ പ്രൊമോട്ട് ചെയ്യും. അല്ല അന്തസ്സുണ്ട്. അല്ലാതെ ഇതുപോലത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് നാട്ടുകാരുടെ കയ്യിലിരിക്കുന്ന പൈസയാണ്. നിന്നെയൊക്കെ പോലെ ഇവിടെ കിടന്ന് മറ്റേ മൂഞ്ച് സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്തല്ല ഓരോരുത്തർ പൈസ ഉണ്ടാക്കുന്നത്. കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കുന്നതൊക്കെ ഇതുപോലത്തെ സാധനങ്ങൾ കൊണ്ടിട്ട് ഒറ്റയടിക്ക് പൈസ ഉണ്ടാക്കാന്ന് പറഞ്ഞ് അങ്ങ് കൊണ്ടിട്ട് കൊടുക്കും. നിന്റെയൊക്കെ ഒറ്റ വാക്കും വിശ്വസിച്ചിട്ട്. എന്നിട്ട് നീയൊക്കെ കാണിക്കേണ്ട എല്ലാ പാക്കൂത്തുകളും കാണിച്ച് വെച്ചിട്ട് അവസാനം ഡയലോഗ് സ്വന്തം സ്കിൽ കളിച്ചാണ് പൈസ കിട്ടാനും പോകാനും ചാൻസ് ഉണ്ടെന്ന്. അപ്പൊ നിനക്കൊക്കെ കിട്ടി, നിന്റെയൊക്കെ ബാങ്ക് ബാലൻസ് 1,55,000 എന്റെ പേഴ്സിൽ വെക്കാൻ വേണ്ടി എനിക്ക് 10,000 വേണം എന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ട് കാണിക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ വിശ്വസിക്കൂടെ? അങ്ങനെ വിശ്വസിച്ചിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്. അവസാനം മൂഞ്ചു. മനസ്സിലായോ സാറേ? ദയവ് ചെയ്ത് ഇമാതിരി പോക്കത്തനം പരിപാടികൾ പ്രൊമോട്ട് ചെയ്യാൻ പോകരുത്. നിനക്കൊക്കെ ഇതിനേക്കാളും ഞാൻ പറഞ്ഞില്ലേ പാരയെടുത്തോണ്ട് കക്ക ഇറങ്ങും. അന്തസ്സുണ്ട്. നാട്ടുകാരെ ഇത്രയും മൂഞ്ചിക്കുന്നതിലും വേറെ. നിന്റെ കൂട്ടുകാരെ മല്ലു ഫാമിലി നേരത്തെ വീഡിയോയിൽ അവൻ പറയുന്നുണ്ട് അവനെ മാത്രമേ പറയുന്നുള്ളൂ. അവൻ മാത്രമല്ല, അവനെ പോലെ കുറേ നാറികൾ, നീ ഉൾപ്പെടെ. അപ്പോഴാണ് വേറൊരു ചോദ്യം ഞാൻ അവൻ്റെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ളത്. നിന്റെ കൂട്ടുകാരെ മല്ലു ഫാമിലിയുടെ അടുത്ത് നീയൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്തു, അവൻ പ്രൊമോട്ടും ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പും തുടങ്ങി. എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്ത് കളിക്കേണ്ടതെന്ന് ഇൻസ്ട്രക്ഷൻസും കൊടുക്കാൻ തുടങ്ങി. അവൻ അതിനേക്കാളും നാറി. ഈ നാറുകളെല്ലാം കൂടി വെട്ടിപ്പോകുന്ന അവസ്ഥയായി പോയിലൂടെ. പരനാറികളായിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തന്മാർ. ഇങ്ങനെ ആ നാട്ടുകാരെ മൂഞ്ചിച്ച് തിന്നാൻ നിൽക്കരുത് കേട്ടോ. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ എന്ത് നാറിയ പരിപാടി എടുത്തങ്ങ് പ്രൊമോട്ട് ചെയ്യും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഏവനെങ്കിലും ഒരുത്തൻ ഈ പറയുന്ന പോലെ ഇമാതിരി സാധനങ്ങൾ മറ്റേ പ്രഡിക്ഷനും കോപ്പും ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നവന്മാരുണ്ടെങ്കിൽ ഒരിക്കലും അവന്മാരെ വിശ്വസിക്കരുത്. അങ്ങനെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഒരുത്തനെയും വിശ്വസിക്കരുത്, ഒരുത്തിയെയും വിശ്വസിക്കരുത്. വൻ ഉടായ്പകളാണ്. എഴുതി ഞാൻ ഒപ്പിട്ട് തരാം. വൻ ഉടായ്പകളാണ്. ഒരിക്കലും അങ്ങനെയുള്ള സാധനങ്ങളെ വിശ്വസിക്കരുത്. സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട് യാവൻ്റെ കഴുത്ത് അർത്ഥം കൊണ്ടുള്ള പരിപാടി കാണിക്കാൻ മടിക്കാത്ത വെറും ഊളകളാണ് ഇതുപോലത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത്. നമുക്ക് ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് കയറിയതും നമുക്ക് ഇത്രയും വ്യൂസ് വന്നതും ഈ പറയുന്ന നാട്ടുകാരാണ്. അവർ നമ്മളെ കണ്ടതുകൊണ്ടും സപ്പോർട്ട് ചെയ്തതുകൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ ആയതെന്നുള്ള ഒരു ചിന്ത തലയ്ക്കകത്തുണ്ടെങ്കിൽ അവരൊരിക്കലും ഇങ്ങനെ വഞ്ചിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കത്തില്ല. നിന്റെ പേഴ്സ് നിറഞ്ഞു പോയെന്ന് കവിഞ്ഞു പോയെന്ന് കാലിയായിരുന്നു, ഞാൻ നിറയ്ക്കാൻ പോയി 10,000 രൂപ എടുത്ത് ഇടുന്നു, 1,85,000 എനിക്ക് എവിടെ നിന്ന് കിട്ടി, അടുത്ത് അമ്മൂസ് മറ്റേ കിടുതാപ്പുകളെല്ലാം വാങ്ങിയത് എവിടെ നിന്ന്? എന്തുവാടാ ഉളുപ്പ് വേണ്ടാടാ കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത് തള്ളാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കൊണ്ട് പുതിയ വീഡിയോ ആയിട്ടാണ്. ബൈ.